ആരോഗ്യ മേഖലയിൽ യഥാർത്ഥത്തിൽ കേരളം കൈവരിച്ച നേട്ടം നമ്മുടെ പൊതു ആരോഗ്യ സംവിധാനത്തിന്റെ ഏറ്റവും മികവാർന്ന കാര്യമാണ്. എന്നാൽ ആരോഗ്യമന്ത്രി സ്ത്രീയാണെങ്കിലോ സ്ത്രീ എന്നൊരു പരിമിതി ഇല്ല, നല്ല മികച്ച മന്ത്രിയായിട്ട് കേരളത്തിന്റെ ആരോഗ്യ മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷെ അവരുടെ ഔദ്യോഗിക വസതിയിലേക്ക് ഇടിച്ചു കയറി അവിടെ പോയി ആക്രമണം നടത്തി റീത്ത് വയ്ക്കുക അങ്ങനെയാണോ ചെയ്യേണ്ടത്? നമ്മുടെ കേരളത്തിൽ സ്വകാര്യ ആശുപത്രികളിലും സാധാരണഗതിയിൽ പിഴവുകൾ ഉണ്ടാകാറില്ല. ഗവൺമെന്റ് ആശുപത്രിയൊക്കെ എത്രയോ അധികം മടങ്ങുണ്ടാവും. സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് കൈപ്പിഴവുകൾ ചിലപ്പോൾ ബോധപൂർവമാകാം, മെഡിക്കൽ നെഗ്ലിജൻസ് വരാം. അതിലെന്തൊക്കെ ചെയ്യാൻ കഴിയും? ഒന്ന്, ഉടൻ തന്നെ കോമ്പൻസേഷൻ കൊടുക്കാൻ നിയമപ്രകാരം നടപടികൾ എടുക്കാം. രണ്ട്, അവർ സംബന്ധിച്ച് ക്രിമിനൽ നിയമപ്രകാരം മെഡിക്കൽ നെഗ്ലിജൻസിനെ സംബന്ധിച്ചുള്ള നിലവിലുള്ള നിരവധി വിധികളുണ്ടെങ്കിലും നടപടികൾ സ്വീകരിക്കാം. മൂന്ന്, ഗവൺമെന്റ് സംവിധാനത്തിലാണെങ്കിൽ ആ നടപടികൾ നടക്കുമ്പോൾ തന്നെ ഉടൻ തന്നെ നമുക്ക് അവരെ അച്ചടക്ക നടപടി സ്വീകരിക്കാം.